സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരം 6 ദിവസം പിന്നിടുന്നു. ഇന്ന് ആശാ വർക്കർമാരുമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ധനകാര്യ വകുപ്പുമായി കൂടിയാലോചിക്കണം എന്ന മന്ത്രിയുടെ അഭിപ്രായത്തിനെതിരെ ആശാ വർക്കർമാർ രംഗത്തെത്തി. സമരം തുടരാനാണ് തീരുമാനം. കോവിഡ് കാലത്തുൾപ്പെടെ നമുക്കായി പൊരുതിയ മനുഷ്യരാണ് ആശാ വർക്കർമാർ. പോരാളികളെന്ന് വിളിച്ചഭിനന്ദിച്ച സർക്കാർ പക്ഷേ പോരാളികളുടെ ആവശ്യങ്ങൾ കേട്ടില്ല. സമരം തുടങ്ങുന്നത് ഫെബ്രുവരി 10-ന്. അതിനും എത്രയോ മുൻപ് ആവശ്യങ്ങൾ അത്രയും ഇവർ സർക്കാരിന് മുന്നിൽ ഉയർത്തിയതാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, 3 മാസത്തെ വേതന കുടിശ്ശിക നൽകുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാർ സമരം നടത്തുന്നത്. സമരം 6 ദിവസം പിന്നിട്ടപ്പോഴാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കളുമായി മന്ത്രി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഒരു ഡിമാൻഡും ചർച്ച അതിനകത്തൊരു പരിഹാരം കാണാൻ അവരൊരു നിർദ്ദേശം വെച്ചിട്ടല്ല സമരസമിതിയെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഇതിനു മുൻപായിട്ട് ഒരു ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നമ്മളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമീപനമേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അവർ ആകെ പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ സർക്കാരിന്റെ ധനകാര്യ വിഷയത്തിലുള്ള അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ചാണ് പറയുന്നത്. ആ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ബോധ്യപ്പെടുത്താനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ധനകാര്യ വകുപ്പുമായി തീരുമാനത്തിലെത്തിയ ശേഷം ഇനി ചർച്ചയ്ക്ക് വിളിച്ചാൽ മതിയെന്ന് സമരക്കാർ വ്യക്തമാക്കി. ഓണറേറിയം വർധനവ്, പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കൽ, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് സ്വന്തമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഗവൺമെന്റ് അത്തരമൊരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഗവൺമെന്റ് തീരുമാനത്തിൽ എത്തട്ടെ. നമുക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രശ്നമല്ല. കാരണം ഗവൺമെന്റ് തീരുമാനത്തിൽ എത്തിയിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കട്ടെ. നമുക്ക് ഗവൺമെന്റിന്റെ തീരുമാനമാണ് അറിയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമരം പൂർവാധികം ശക്തിയായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്നല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. അവർ ചർച്ച ചെയ്യട്ടെ. ധനകാര്യ വകുപ്പുമായിട്ട് മുഖ്യമന്ത്രിയായിട്ടും ചർച്ച ചെയ്തിട്ട് വന്നാൽ മതി. എന്നിട്ട് ഇന്ന കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയും എന്നുള്ളൊരു അവസ്ഥയിൽ അവർ ചർച്ചയ്ക്ക് വരട്ടെ. ചർച്ച പരാജയപ്പെട്ടതോടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരം തുടരാനാണ് തീരുമാനം. സമരത്തിന്റെ ഭാഗമായി ഈ മാസം 20-ന് സംസ്ഥാനത്തെ മുഴുവൻ ആശാപ്രവർത്തകരെയും എത്തിച്ചുകൊണ്ട് മഹാസംഗമം നടത്തുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. 7000 രൂപ എന്ന തുച്ഛമായ ഓണറേറിയമാണ് ഇവർക്കുള്ളത്. തുക വർധനവ് ഉൾപ്പെടെയുള്ള ഇവരുടെ ആവശ്യങ്ങൾ പലതാണ്. ആവശ്യങ്ങളൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുൻപേ സർക്കാരിന് മുൻപിലുള്ളതുമാണ്. ചർച്ചയ്ക്ക് വിളിക്കും മുൻപെങ്കിലും നാളുകളായുള്ള ഇവരുടെ ആവശ്യങ്ങൾ മന്ത്രി നോക്കേണ്ടതല്ലേ? ഇനിയും ഈ മനുഷ്യരെ പരിഹസിക്കരുത്. ക്യാമറാമാൻ മനീഷ് വിയസിനൊപ്പം സലിം ബാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ച പരാജയപ്പെട്ടിരിക്കുന്നു. 20-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആശാ വർക്കർമാർ. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞങ്ങളുടെ സമരം നമ്മൾ ശക്തമാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഡിമാൻഡ് നേടിക്കൊണ്ടേ നമ്മൾ പോവുള്ളൂ. അംഗീകരിച്ചാലേ ഞങ്ങളിവിടെ എണീറ്റ് പോകത്തുള്ളൂ. ആരോഗ്യ കേന്ദ്രത്തിന് ഒരുപാട് പദ്ധതികൾക്ക് ഫണ്ടുണ്ട്. അപ്പം ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദ്യം വേതനം മാറ്റിവെക്കുക. നമുക്ക് ഈ 7000 രൂപ കൊണ്ട് നമുക്ക് ജീവിക്കാൻ ഒന്നും ആവില്ല. വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വാടക തന്നെ 10-10000 രൂപയാവും. 18 വർഷമായി ആരോഗ്യ മേഖലയിൽ താഴേക്കിടയിലുള്ള സകല ജോലികളും സർക്കാരിനെ ഏൽപ്പിക്കുന്നത്. ഞങ്ങൾ കൊടുക്കുന്ന റെക്കോർഡുകളാണ് ഇവരെല്ലാം UNOയ്ക്ക് അയക്കുന്നത്. ഉറപ്പായിട്ടും ഇത് വിജയിച്ചേ പറ്റുള്ളല്ലോ. വിജയിക്കാതെ ഇത് ഞങ്ങൾ പിന്നോട്ടില്ല. പരിഗണിക്കാനാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് മന്ത്രി പരിഗണിക്കുമെന്ന്. പരിഗണിച്ചിട്ടേ ഞങ്ങളിത് സമരം പിൻവലിക്കുകയുള്ളൂ. 19 വർഷമായി നമ്മുടെ ആശമാരായിട്ട് ഇറങ്ങിയിട്ട് ഇതുവരെ അതിനൊരു പരിഹാരം കിട്ടിയില്ല. നാടിനായി അവർ ചെയ്യുന്ന സേവനങ്ങൾ, കോവിഡ് കാലത്തടക്കം ചെയ്ത സേവനങ്ങൾ ചെറുതല്ല. അതുകൊണ്ട് സർക്കാരിന്റെ ഇടപെടൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ